വടകര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇല്ലിക്കുന്ന് ബാലത്തിൽ UDF മെഗാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ച് ജനാധിപത്യവും മതേതരത്വവും തകർത്ത ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിച്ച നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ രാജ്യത്ത് അത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മരണമണി മുഴക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഈ സന്ദർഭത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്, ഇന്ത്യ ഫാസിസത്തിലേക്ക് പോകണമോ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി മതേതര ജനാധിപത്യത്തിന്റെ പാതയിലൂടെ പോയിട്ടുണ്ടോ, ആ പാതയിലൂടെ പോകണമോ എന്നാണ് നമുക്ക് വിലയിരുത്താനായിട്ട്. 10 വർഷക്കാലം കൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസ്റ്റ് അത് തകർത്തിയിരിക്കുന്നു. നാമാണ് ഇന്ത്യയെ കണ്ടെത്തിയത്, നാമാണ് ഇന്ത്യ എന്ന മഹാആശയം ഉണ്ടാക്കിയത്. ആ മഹാ ആശയം കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ വീടുടയുന്ന അതിദയനീയമായ കാഴ്ചക്കാണ് നമ്മളൊക്കെ അത്ര സാക്ഷികളായിട്ടത്. മറക്കാൻ സാധ്യമല്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലഘട്ടം ഞാൻ ഓർക്കുന്നു. ഞാൻ എന്ന ലോകസഭയിൽ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരുപാട് ഉറപ്പുകൾ ഈ രാജ്യത്ത് ജനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ആദ്യമായിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ രാജ്യത്ത് രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടോ എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി 1 വർഷം 2 കോടി തൊഴിലവസരം ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ആദ്യത്തെ ഉറപ്പ് ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൊടുത്തത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിടയിൽ അങ്ങനെയാണെങ്കിൽ 20 കോടി പുതിയ തൊഴിലവസരം ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ തൊഴിലവസരം പോലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഈ ഫാസിസ്റ്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് പരമാർത്ഥം. ചടങ്ങിൽ KE പവിത്രരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് T ആസിഫ് അലി, VA നാരായണൻ, VN ജയരാജ്, അഡ്വക്കേറ്റ് KM ലത്തീഫ്, MP അരവിന്ദാക്ഷൻ, MP അസൈനാർ, മണ്ണയാട് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ന്യൂസ് പാനൂർ.